പറ്റുന്നില്ല. 30 കഴിഞ്ഞിട്ടുള്ളൂ. മലമ്പുഴയില് പോകുന്ന പോലെയല്ല. പിന്നെ വെള്ളത്തിൽ തിളപ്പിച്ചതാണ് ചെതമ്പലടക്കം തോന്നുന്നുണ്ട്. എല്ലാ ഹോട്ടലിലും ഡോറ് ചില്ലായിരിക്കും. നമ്മളിപ്പോൾ ഉള്ളത് ചൈനയിലെ ഷാൻഷാൻജിയെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണ് കേട്ടോ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം പേർക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. പക്ഷെ അവതാർ ഫിലിം ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ആ ഫിലിമിലുള്ള ഹല്ലേലൂയ മൗണ്ടൻസ് ഉണ്ടല്ലോ, ആ മൗണ്ടൻസ് ഉണ്ടാവാൻ കാരണമായിരിക്കുന്നത് ഈ ഷാൻഷാൻജിയ മൗണ്ടൻസ് ആണ് കേട്ടോ. ഇനി അതിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞു വരാം. കാരണം ഇതിന് കുറെ അധികം സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ആക്ച്വലി ചൈനയിലെ ആദ്യത്തെ നാഷണൽ ഫോറസ്റ്റ് ആണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും എന്താ പറയാ നീളം കൂടിയ ഔട്ട്ഡോർ ലിഫ്റ്റ് ഉള്ളത്. അതും ഗ്ലാസ് ലിഫ്റ്റ് ആണ്. ഒരേ സമയം 68 പേരോളം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലിഫ്റ്റ് ആണ് കേട്ടോ. ഇവിടെ നിറച്ച് ഗൈഡുമാരാണ്. അപ്പൊ അവരുടെ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ പറയുന്നത് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ വഴിയേക്കണം. ബാ. നമ്മൾ ഗ്രൂപ്പ് ട്രിപ്പ് ആയ കാരണം കൊണ്ട് തന്നെ അവരപ്പം നമ്മൾ മാക്സിമം എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ ഈ മുത്തുണ്ണി ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും ഗ്രൂപ്പായിട്ടാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഓരോ ഗ്രൂപ്പായിട്ടാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ചൈനയിൽ നമ്മൾക്ക് ടിക്കറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ ആവശ്യം പാസ്പോർട്ട് തന്നെയാണ് കേട്ടോ. പാസ്പോർട്ട് വെച്ച് നമ്മുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ടിന്റെ ഫോട്ടോ ആയിട്ട് മാച്ച് ചെയ്ത് സ്കാൻ ചെയ്തിട്ടാണ് അവർ നമ്മൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നത്. സോ എവരിവെയർ നമ്മൾ പാസ്പോർട്ട് കൊണ്ടുപോകണം. പാസ്പോർട്ട് സ്കാൻ ചെയ്ത് നടന്ന് ഒരു ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് ഇനി പറയുന്ന എലിവേറ്ററിൻ്റെ അവിടത്തേക്ക് പോകാനായിട്ട്. ഈ എലിവേറ്ററിന് കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഔട്ട്ഡോർ എലിവേറ്റർ ആണ് കേട്ടോ ഈ എലിവേറ്റർ. അതുമാത്രമല്ല 88 സെക്കൻഡ് കൊണ്ട് 100 നില കെട്ടിടത്തിന്റെ ഉയരത്തിലേക്ക് വരെ കയറാൻ പറ്റുന്ന ഒരു എലിവേറ്ററാണ് നമ്മൾ പോകുന്നത്. ഒരേ സമയം 68 പേരെ ഈ ഒരു ലിഫ്റ്റിന് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. മുൻപ് ഇത് ഈ ഒരു സ്ഥലം കവർ ചെയ്ത് വരാനായിട്ട് അവർ യൂസ് ചെയ്യുന്നത് റോഡും അതേപോലെ ട്രക്കിങ്ങും ഒക്കെ തന്നെയായിരുന്നു. അതിന് ഏകദേശം 2 to 3 മണിക്കൂറാണ് എടുത്തിരുന്നത്. അതിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഈ എലിവേറ്റർ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ലൈഫ് ചേഞ്ചർ ആയിട്ടുള്ള ഒരു എലിവേറ്റർ തന്നെയാണ്. സോ അത് കാണാൻ വേണ്ടി ഇനി നമ്മൾ ബസ്സിൽ കയറിയിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ വണ്ടി കൊണ്ട് നമുക്ക് ഇവിടേക്ക് കയറാനായിട്ട് പറ്റില്ല കേട്ടോ. സോ ഇവരുടെ തന്നെ ഷട്ടിൽ ബസ്സുകളുണ്ട്, നമ്മൾ അത് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് പോയിട്ടാണ് നമ്മൾ ഹല്ലേലൂയ മൗണ്ടൻസ് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. സോ എനിക്കറിയില്ല, കുറച്ച് പേടിയുണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ നെറ്റിൽ കണ്ടപ്പോൾ എനിക്ക് അത്ര പേടി തോന്നിയില്ല, നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കണ്ടപ്പോൾ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ കുറച്ച് പേടി തോന്നുന്നുണ്ട്. പക്ഷെ ഇതിൽ പോകുമ്പോഴത്തെ കാഴ്ച അടിപൊളിയായിരിക്കും എന്നാണ് പറയുന്നത്. 2 നിലയാണ് കേട്ടോ ഈ ലിഫ്റ്റ്. ഒരു 3 ലിഫ്റ്റ് ഉണ്ട്. ഒരേ സമയം 68 പേരെ കൊണ്ടുപോകാൻ പറ്റും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് പോകാൻ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാനിപ്പോൾ കേട്ടോ. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാലും കുറച്ചധികം നടന്നിട്ട് വേണം, അതേപോലെ കുറച്ചധികം ലിഫ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് ശരിക്കുള്ള ബൈലോങ് എലിവേറ്ററിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കാൻ കേട്ടോ. പിന്നെ എനിക്കിവിടെ വേറെ അവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൂറിസ്റ്റ് പോയിന്റുകൾ വളരെ കുറവാണ്. അതായത് ഇവിടെ ഫുൾ നാച്ചുറൽ ബ്യൂട്ടി കാണാനായിട്ടാണ് ആൾക്കാർ വരുന്നത്. അവതാർ ഫിലിം വന്നതോടുകൂടിയാണ് ഇതിന് ഇത്രമാത്രം ഒരു ഹൈപ്പ് ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളുടെ ഇടയിൽ കിട്ടുന്നത്. സോ അവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പുതിയ ബിൽഡിങ്സും ഓരോ പുതിയ വ്യൂ പോയിന്റ്സും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പൊ കുറച്ചും കൂടി ദിവസം ആൾക്കാർ ഇവിടെ നിൽക്കൂലോ. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊരങ്ങന്മാരൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അടിയിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു ഭീകര കാഴ്ചയാണ് ഈ അവതാർ മൗണ്ടൻസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മള് മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂവും അടിയിൽ നിന്ന് നോക്കുന്ന വ്യൂവും ശരിക്കും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അത് ശരിക്കും കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതെ, നമ്മൾക്ക് ഫസ്റ്റത്തെ ഒരു വട്ടം മാത്രമാണ് പാസ്പോർട്ട് ചെക്കിങ് വരുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മുടെ ഫേസ് മാത്രം മതി നമ്മൾ സ്കാൻ ചെയ്ത് അവരുടെ ഉള്ളിലേക്ക് കടത്തിവിടും. അപ്പോൾ ആന്റിയുടെ സൺഗ്ലാസ് വെച്ച കാരണം കൊണ്ട് പിടിക്കപ്പെട്ടു. സൺഗ്ലാസ് ഊരാൻ പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ കറക്റ്റായി കയറ്റി വിട്ടു. സോ ടെക്നോളജി ഗോയിങ്. നീ ഓൾറെഡി ഗ്ലാസ് വെച്ചിരിക്കല്ലേ, അതുകൊണ്ടായിരിക്കാം. സോ നമ്മൾ ലിഫ്റ്റിനുള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെയല്ലേ ഡേ കൂടെ കയറിയിട്ട് എടുക്കാൻ പറ്റുമ്പോൾ വീഡിയോ. ഞാൻ ഇവരൊക്കെ ഇപ്പൊ മൂപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അല്ലല്ല, ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഞാൻ കേട്ടത് ഇങ്ങനെ കാണിക്കണത്. ഒന്നില്ലല്ലോ, വന്നില്ലല്ലോ.
കാണുന്നത്. കൊച്ചിന്റെ തലയൊന്ന് താക്കോ? കൊച്ചിന്റെ അടിപൊളി. ചെവിയാണെങ്കിലും പോലെ തോന്നുന്നുണ്ടോ? നമ്മൾ എന്തൊക്കെ പ്രാണി അവിടെ വരെ വരുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഹല്ലേലൂയ മൗണ്ടൻസിൻ്റെ അടുത്താണ്. അപ്പം എൻ്റെ പിന്നിൽ കാണുന്നതാണ് അവതാർ ഈ സിനിമ ഉണ്ടാക്കാനായിട്ട് ഇൻസ്പയർ ആയിട്ടുള്ള ആ ഒരു മല. ഇതിന് ഫ്ലോട്ടിംഗ് മൗണ്ടെയിൻസ് എന്നും പറയും കേട്ടോ. കാരണം ഇത് കണ്ട സ്റ്റാൻഡ് അലോൺ പില്ലേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് പ്രകൃതി തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു മലയാണ്. ഇത് ഇവിടെ മാത്രമല്ല കുറേ സ്ഥലത്ത് നീണ്ടു കിടക്കുന്ന ഒരു മലനിരയാണ് കേട്ടോ ഇത്. പാവട്ടെ അവിടെ ഫോട്ടോ എടുക്കാൻ ഇരുന്നോടുത്തുന്നത് ഞാൻ ഏൽപ്പിച്ചൊക്കെ വിട്ടു എനിക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഞാൻ യൂട്യൂബിൽ കൂടെ ഫേമസ് ആക്കുമെന്ന് പേടിച്ചിട്ടൊന്നും മിണ്ടാതിരിക്കുന്നതാണ് കേട്ടോ. മുണ്ടുടുത്ത പിന്നെ മുണ്ടുടുത്ത ചേട്ടന്റെ കാര്യമൊക്കെ ഞാൻ മുന്നേ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. മുണ്ടുടുത്ത ചേട്ടനാണ് ഇന്ന് ഫ്ലൈറ്റിന് വരുന്ന കാരണം കൊണ്ട് ആളത് ഇതാക്കിയത്. പിന്നെ ഹൈക്കമാൻഡ് തീരുമാനം അനുസരിച്ച് അമ്മ ഈ പാറയെല്ലാം പിടിച്ച് വെച്ചിരിക്കാൻ കിട്ടിയ പോലെ അതുകൊണ്ടാണ് നിൽക്കുന്ന പോലെ. ഇവിടെ നമുക്ക് നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടിലുള്ള പോലെ തന്നെ ഫോട്ടോസ് പ്രിന്റ് എടുത്തും കൊടുക്കും കേട്ടോ. കേൾക്കുന്നുണ്ടാവോ? 30 യുവാനാണ് ഒരെണ്ണത്തിന്. വെരി വർത്ത് ഇറ്റ്. സോ നിങ്ങൾ എന്താണേലും ഈ സ്ഥലത്തിന്റെ പേരെന്താ വരുമ്പോ യാത്ര ഉള്ളൂ. ചൈനയിൽ പോകുന്നതിനേക്കാൾ മുമ്പ് കുറേ അധികം വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നത്. പല പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ഏരിയ, അതായത് ഫ്ലോട്ടിംഗ് മൗണ്ടെയിൻസ്, സ്റ്റാൻഡ് അലോൺ പില്ലേഴ്സ്, അവതാർ മൗണ്ടെയിൻസ്, ചാൻചാൻജിയ മൗണ്ടെയിൻസ്, ഇങ്ങനെ കുറേ കേട്ടിട്ടാണ് ഞാനും ചൈനയിലേക്ക് പോയത് കേട്ടോ. പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോയിൽ കണ്ട പോലത്തെ ഒരു സ്ഥലമല്ല. ശരിക്കും ഇതിൻ്റെ ഭീകരതയും അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കാണുക തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതത്തിൽ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ലോകമായിരുന്നു ചൈന എനിക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന റെഡ് റിബൺ കെട്ടിയിട്ടുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിന് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. പ്രകൃതി നിർമ്മിച്ച ആദ്യത്തെ പാലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം കാണുന്ന നാച്ചുറൽ, അതായത് പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട പാലവും അതാണ്. ഏകദേശം 300 കിലോമീറ്ററോളമാണ് ഈ ഒരു മൗണ്ടെയിൻ പരന്നു കിടക്കുന്നത് കേട്ടോ. ഇവിടെ ഭയങ്കര ടൂറിസ്റ്റുകളാണ്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നിറച്ചൊച്ചയും ബഹളാണ് കേട്ടോ. അത് കാരണമാണ് ഇത്ര സൗണ്ട് എടുത്ത് ഞാൻ സംസാരിക്കുന്നത്. കാരണം എനിക്ക് അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞൂല്ലേ, നമുക്ക് നമ്മുടെ ലിഫ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. വെറും 88 സെക്കൻഡ് കൊണ്ട് മുകളിലെത്തും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ 2 to 3 മണിക്കൂറൊക്കെ എടുക്കുമായിരുന്നു അത് വരുന്നേക്കാൾ മുമ്പൊന്നും ഞാൻ പറഞ്ഞു. നമ്മുടെ വയനാട്ടിലെ ചുരം പോലെയാണ് കേട്ടോ ഇവിടുത്തെ ഈ സ്ഥലം. അതായത് 99 ഹെയർ പിൻസുകളാണുള്ളത്. അത്രയും പിന്നുകൾ കയറിയിട്ട് വേണം ഇതിന്റെ മുകളിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ. സോ അത് ഭയങ്കര റിസ്ക് ആയിരുന്നു ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. പണ്ട് അതിൽ കൂടെ വരിക എന്ന് പറയുന്നത് വളരെ സ്പീഡ് കുറച്ചിട്ട് വേണം വരണമെങ്കിൽ. അത് കാരണം കൊണ്ടൊക്കെയാണ് ഇത്ര അധികം നേരം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ലിഫ്റ്റ് കണ്ടു, അവിടെ നിന്നുള്ള ഒരു വ്യൂ പോയിന്റ് കണ്ടു. അടുത്ത് നമ്മൾ പോകുന്നത് കേബിൾ കാർ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. അടുത്ത ഷട്ടിൽ ബസ് എടുത്തിട്ട് കേബിൾ കാറിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, നല്ലോണം ആൾക്കാരുണ്ട്. ശരിക്കും ഇപ്പൊ 23 ഡിഗ്രിയാണ് ഫോണിൽ ഫീൽസ് ലൈറ്റ് കാണിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നല്ല, നല്ല ചൂടുണ്ട്. ഹ്യൂമിഡ് കൂടുന്ന കാരണം കൊണ്ടാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഒന്നും കൂടി ചെയ്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നേക്കണ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായ കാരണം കൊണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലാവർക്കും. എനിക്ക് ഈ വഴി കൂടെ പോയപ്പോൾ ശരിക്കും അതിരപ്പള്ളിയിലേക്ക് പോകുന്ന പോലെ തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ.
കാരണം ആ ഒരു റോഡും അതിന്റെ സൈഡിൽ നിൽക്കുന്ന കാടും ശരിക്കും ആ ഒരു വൈബ് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഷട്ടിൽ ബസ്സിൽ കയറി ഇവിടെ എത്തി. പക്ഷെ പറയുന്നത് ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന കാൽനട യാത്രയ്ക്കാണ് നമ്മൾ പോകുന്നത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ വേറൊരു സാധനം കൂടി കാണിച്ചു തരാം. ഇത് കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇരുത്തി കൊണ്ടുപോകും. അപ്പോൾ 1 മണിക്കൂർ നടക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നടക്കാനുണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ വയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ 1 മണിക്കൂർ നേരത്തോളം ഈ ഒരു ഹല്ലേലൂയ മൗണ്ടൻസ് കണ്ടിട്ട് തന്നെയാണ് ഇങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ. അതിന്റെ ഇടയിൽ വേറൊരാള് ബസ്സിൽ വെച്ചിട്ട് ഒരു ചൈനക്കാരി ചേച്ചിനെ കിട്ടിയപ്പോ ട്യൂൺ ചെയ്യാൻ നോക്കി. ഞങ്ങൾ കയ്യോടെ പിടിച്ചു. ആന്റിക്ക് കാണിച്ചു കൊടുക്കുമ്പോ എന്ന് പറഞ്ഞ് ഭീഷണി പെടുത്തിയിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഇങ്ങനത്തെ ആൾക്കാരുടെ ഒപ്പാണ് ഗൈസ് ഞങ്ങൾ ടൂർ പോയോണ്ടിരിക്കുന്നത്. ഇത് കഴിയുമ്പോ എനിക്ക് തരാതാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ മൗണ്ടൻസ് കിട്ടോ? ഹല്ലേലൂയ മൗണ്ടൻസ് കിട്ടോ? ഹല്ലേലൂയ എന്നെ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ അപ്പൊ ഈ പോകുന്ന സ്ഥലം മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. ഇതിങ്ങനെ കണ്ട് പോവാ. അതിന്റെ ഇടയില് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് അല്ല, ഗ്ലാസ് പാത്വേ ഉണ്ട്. സോ നമുക്ക് അതിന് മുകളിൽ കൂടെ നടന്നൊക്കെ പോകാനായിട്ട് പറ്റും. സോ ഗൈഡ് നമുക്കൊരു 30 മിനിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം, വീഡിയോസ് എടുക്കാം, എന്തെങ്കിലും ചെയ്യാനെങ്കിൽ ചെയ്യാതൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വേറെ ഒന്നല്ല, നിറച്ച ആൾക്കാരെന്ന് വെച്ചാൽ നിറച്ച ആൾക്കാരാണ്. ആണില്ലേ? ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് ഇവരുടെ ഡ്രസ്സിൽ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കണ്ടോ? അതായത് ഓരോ സ്ഥലത്തും ചൈനയിലെ ഓരോ പ്രൊവിൻസിലും ഓരോ ഡിഫറെന്റ് രീതിയിലുള്ള ഞാൻ പെട്ടെന്ന് ആരാണോ വിചാരിച്ചു വേറെ ചൈനക്കാരന്റെ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചാൽ. അപ്പൊ ഡിഫറെന്റ് രീതിയിലുള്ള ഫോട്ടോസ് ആയിരിക്കും, ഡിഫറെന്റ് രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ആയിരിക്കും. സോ നമുക്ക് അവര് കോസ്റ്റ്യൂം ഇട്ട് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസ് എല്ലാവിടെയും ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ അവരെ കോസ്റ്റ്യൂംസ്. എനിക്കിത് കണ്ടപ്പോ നമ്മുടെ ജയ്പൂര് ആ രാജസ്ഥാൻ ഏരിയയിലൊക്കെ ഉള്ള ഒരു കോസ്റ്റ്യൂംസ് ഇല്ലേ, അതേപോലെ തോന്നിയിട്ടാ. സ്റ്റെപ്പാണ്, നോക്കി നടക്കണം, ഇല്ലെങ്കിൽ തലകുത്തി നമ്മൾ വീഴും. ഗൈസ് ഒരു രക്ഷയില്ലാത്ത അത്ര കുഴപ്പമില്ല, ഞാൻ പിടിക്കാം. എനിക്ക് പേടി വരുന്നുണ്ട് ചെറുതായിട്ട് താഴോട്ട് നോക്കുമ്പോ. അപ്പൊ ഇതാണ് ആ ഹല്ലേലൂയ മൗണ്ടൻസ്. അതിന്റെ താഴേക്ക് നോക്ക് നിങ്ങൾ, ഒറ്റ പില്ലർ പോലെ താഴേക്ക് നിക്കാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോ അത്ര ഒരു ഭീകരത തോന്നില്ല. പക്ഷെ ഇവിടെ വന്ന് കാണുമ്പോഴാണ് കേട്ടോ ശരിക്കും എത്ര താഴ്ചയിലാണ് അത് നിക്കണത് എന്ന് മനസ്സിലാവുള്ളൂ. അതുകൂടാതെ നമ്മൾ നിക്കുന്നതിന്റെ താഴത്തോട്ടൊന്ന് നിങ്ങൾ നോക്കൂ. താഴെ പോയാൽ കഴിഞ്ഞു ഗൈസ്, ഞാൻ കഴിഞ്ഞു. ഞാൻ അതാണ് പറഞ്ഞേ, എനിക്കൊരു ടെൻഷൻ വരുന്നുണ്ട് എന്നുള്ളത്. കാരണം എനിക്ക് ഹൈറ്റ് അത്ര പേടില്ലാത്ത ആളാണ്. പക്ഷെ ഇത് കാണുമ്പോൾ വേറെ എവിടെയോ നമ്മൾ എത്തിപ്പെട്ട പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. അതിന്റെ ഒരു പ്രശ്നമാണ്. കാരണം ഇങ്ങനത്തെ മഴ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്താ ഹൈറ്റ് നോക്കൂ നിങ്ങൾ. നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെ അല്ലാട്ടോ നേരിട്ട് കാണാനായിട്ട്. ഇത് ഞാൻ വളരെ വളരെ സത്യത്തിൽ ഞാൻ പറയുന്നത്, നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണാനായിട്ട്. നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല പേടി തോന്നുന്നുണ്ട്. നമുക്ക് അവിടെ എനിക്ക് കുറച്ചേക്ക് മാറി നിൽക്കാം. നിങ്ങൾക്ക് എനിക്ക് തരാനായിട്ടുള്ള അഡ്വൈസ്, നിങ്ങളെപ്പോഴും പെട്ടെന്ന് വന്ന സ്ഥലങ്ങളൊക്കെ കാണുക. കാരണം നല്ല പോലെ നടക്കാനും കയറാനൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ അധികം നടക്കാനുണ്ട്. അയ്യോ, മൈക്ക് എൻ്റെ കയ്യിലിരിക്കണേ. അങ്കിള് പറയേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ വന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അതെ, അപ്പൊ വീൽ ചെയറിലൊക്കെ പോകുന്നവരുണ്ട്. സോ നിങ്ങൾക്ക് നടക്കാൻ പറ്റും, എല്ലാവരും വരിക. മനസ്സിലായില്ലേ? എനിക്ക് തന്നെ പറ്റുന്നില്ല. 30 കഴിഞ്ഞിട്ടുള്ളോ. നമ്മുടെ ഒപ്പം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് 80 വയസ്സായിട്ടുള്ള അങ്കിളാണ്. കൊടുങ്ങല്ലൂർ. തൃശ്ശൂർക്കാരാണ്. ആദ്യം വന്നപ്പോ തന്നെ പറഞ്ഞല്ലോ. പക്ഷെ അന്ന് ഉറക്കത്തിലായ കാരണം കൊണ്ട് നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. കൊടുങ്ങല്ലൂർ, ജസ്റ്റ് നിയർ ദ കൊടുങ്ങല്ലൂർ ടെമ്പിൾ, ഭഗവതി ടെമ്പിൾ. My place actually is not Kodungalur, it is Palakal, on the way to Thrissur from Kodungalur. Kanimangalam, Palakal.
അത് മുത്തുണ്ണിയുടെ വീടിന്റെ അടുത്ത്. ആ, ആന്റിയുടെ വീടിന്റെ അടുത്താണ്. That is my തറവാട്. Still I have got land there. ജമ്മിയല്ല, രണ്ടുപേരുടെ ഷെയർ ആണല്ലോ. അതെന്റെ ഷെയർ, ഇത് വൈഫിന്റെ ഷെയർ. ആമക്കുളം എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ കാലം ജീവിക്കാനായിട്ടുള്ള അതിന്റെ ഒരു പ്രതീകമാണ് കേട്ടോ. അതായത് ആമകൾ കുറെ കാലം ജീവിക്കും എന്നാണല്ലോ. സോ അതിന്റെ ഒരു പ്രതീകമാണ്. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ആമയുടെ ഉള്ളിൽ പൈസ ഇട്ടേക്കണ കണ്ട. നമ്മുടെ അവിടെ പള്ളിയിലൊക്കെ ഇങ്ങനെ പൈസ ഇടില്ലേ, ഇങ്ങനെ എറിഞ്ഞൊക്കെ കൊടുക്കില്ല, മീലാനിലൊക്കെ ഇല്ല ഇങ്ങനെ പൂളിയിലേക്ക് പൈസ ഇടുന്ന പരിപാടി. അതേപോലത്തെ ഒരു സംഭവമാണ്. പിന്നെ ജീവനുള്ള ആമകളും ഇതിന്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് കാണാം അതിന്റെ മോഡിലൊക്കെ ഇരിക്കുന്നുണ്ട്. അതെ അതെ, അനങ്ങുന്നുണ്ട്. അപ്പൊ കണ്ട, അതായത് ഇതൊന്നും ഇല്ല. ശരിക്കും പറയണേ പോണ വഴിക്ക് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ, അതിനു വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അവർ ടൂറിസം വളർത്തുന്നതിന്റെ ഓരോ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേബിൾ സ്റ്റേക്ക് പോണേക്കാളും മുൻപ് നമുക്ക് കുറേ വ്യൂസ് കാണാനുണ്ട്. അതിൻ്റെ ഒപ്പം എന്താ ഫുഡുകൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആവുന്നുണ്ട്. ഇവിടുത്തെ എല്ലാവരുടെയും കാണുമ്പോൾ ഭയങ്കര ഒരു എസ്തെറ്റിക് വ്യൂ ആണ് കേട്ടോ. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം നോക്ക്. ക്ലീൻ ചെയ്ത് നിൽക്കുകയാണ് ആൾക്കാർ. നോക്ക്, ഇതൊക്കെ നോക്കിയേ, കണ്ടോ? നല്ലൊരു എസ്തെറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇവര്. വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ നമ്മളിവിടെ വരുമ്പോൾ. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷാണ്. ഇത് ടോഫു ആണ്. അതിനെങ്ങനെ എന്തോ ഒരു സോസിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നതാണ്. അതാണ് ബ്ലാക്ക് കളറാവുന്നത്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷാണ്. പിന്നെ ചാഞ്ചാഞ്ചിയിലുള്ള എല്ലാവരും തന്നെ സ്പൈസി ഫുഡ് കൂടുതൽ കഴിക്കുന്നവരാണ് കേട്ടോ. അതായത് ഈ മലയിൽ തന്നെ പല പല വ്യൂ പോയിന്റുകൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ കോഴിമുട്ടപ്പാറ അങ്ങനെയൊക്കെ പറയില്ലേ, അതായത് ഓരോ ഷേപ്പിലുള്ള പാറകൾ ഉണ്ടാവില്ലേ. പരുന്തംപാറ, യെസ്. അങ്ങനത്തെ പാറകളുണ്ടല്ലോ. അതേപോലെ ഇവിടെയും കുറെ പാറകളുണ്ട്. സോ അത് കാണിക്കാനാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ടിരിക്കണേ. രണ്ട് മെയിൻ പാറകളെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. ഒന്നെന്ന് പറയുന്നത് പെയിന്റ് ബ്രഷ് പാറയുണ്ട്. ഫയർ ലേഡി. പിന്നെ ഫയർ ലേഡി. വേറെന്തൊരു ഫ്ലവർ, എന്തൊരു ഫ്ലവറിന്റെ കേസ് കൂടി. ഓക്കെ. സോ ഒരു ബ്യൂട്ടിഫുൾ ഗേള് ഇങ്ങനെ ഫ്ലവർ മണത്തോണ്ടിരിക്കുന്ന ഒരു റോക്കും കൂടി ഇവിടെ ഉണ്ട്. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ മുത്തുണ്ണിയുടെ കണക്ക് പ്രകാരം നമ്മൾ 6 കിലോമീറ്റർ നടന്നു കഴിഞ്ഞു. അതെ. സോ ഇവിടേക്ക് വരുന്നവർ നടക്കാൻ നന്നായി തയ്യാറായി മാത്രം വരിക. സോ അതിനുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ വർക്കൗട്ടും ചെയ്യണം. 8 കിലോമീറ്റർ ആന്റി പറയുന്നത് 8 കിലോമീറ്റർ കഴിഞ്ഞു എന്നാണ്. സ്മാർട്ട് വാച്ചിൽ പറഞ്ഞു 8 കിലോമീറ്റർ. സോ അത് കണക്കാക്കി വരിക. വെള്ളവും കാര്യങ്ങളൊക്കെ നന്നായി കരുതുക. എന്നാലും അത്യാവശ്യം സ്റ്റോറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ മിഡിലിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കരുതുക. അപ്പൊ ഇത്രയൊക്കെയാണ് പറഞ്ഞു തരാനായിട്ടുള്ളത്. പിന്നെ ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്യണം തന്നെക്ക് വരണം എന്നുണ്ടെങ്കിൽ. കാരണം കുറേ അധികം ഷട്ടിൽ ബസ്സുകൾ നമുക്ക് എടുക്കാനുണ്ട്. ഇപ്പൊ ഇതിനുള്ളിൽ നമ്മൾ ഏകദേശം ഒരു 4-5 ഷട്ടിൽ ബസ് എടുത്തു കഴിഞ്ഞു. പക്ഷെ എല്ലാം ഞാൻ കാണിച്ചിട്ടില്ല. കാരണം ബസ്സിൽ കയറുന്നതന്നെ ഞാൻ കാണിച്ചോണ്ടിരിക്കണ്ടല്ലോ. സോ നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം കാണിച്ചാൽ മതിയല്ലോ. അപ്പൊ അത് കാര്യം കൊണ്ടാണ് കേട്ടോ. സോ നമുക്ക് എത്തിയെന്നാണ് പറയുന്നത് നമ്മുടെ വ്യൂ പോയിന്റില്. അവരുദ്ദേശിക്കുന്ന മൗണ്ടൻ എന്ന് പറയുന്നത് ആ 2 എണ്ണമാണ്. അതില് ഇപ്പുറത്തെ ആയിരിക്കണ ലേഡി, ഇപ്പുറത്തെ ആയിരിക്കണ ഫ്ലവർ. അതായത് ഷേപ്പ് ഒന്നും ഇല്ല. ഞാൻ വിചാരിച്ചൊരു പെൺകുട്ടിയുടെ ഷേപ്പ് ഉണ്ടായിരിക്കുമെന്നാണ്. അങ്ങനെ ഷേപ്പ് ഇല്ല, ഇമാജിനറി വേൾഡ് ആണ് അത്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും കണ്ടില്ലേ, ഇതൊരു ഇമാജിനേഷൻ ആണ്. അല്ലാതെ ശരിക്കും ആ പവർ അതിന്റെ ഷേപ്പിലല്ല ഉള്ളത്. ഇതൊരു ഇമാജിനേഷൻ ആണ്. ഇതൊരു ലേഡി, ഒരു ബ്യൂട്ടിഫുൾ ഗേളിനെ ആയിട്ടാണ് അവർ ഈ ഒരു മൗണ്ടനെ കണക്കാക്കുന്നത്. ഇത് ആ ഒരു ഫ്ലവർ ആണ്. അതിനെ സ്മെല്ല് ചെയ്ത് നിൽക്കുന്ന പോലെ ആണ് അവരവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ഒരു ഷേപ്പ് അല്ല, അതൊരു ഇമാജിനേഷൻ ആണ്. അങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായില്ലേ. നമ്മളങ്ങനെ ഒരു വിധത്തില് കേബിൾ കാർ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ തൊട്ട് നടത്തുകയാണ് കേബിൾ കാർ കയറാൻ വേണ്ടിയിട്ട്. ഏകദേശം 30 മിനിറ്റ് സമയമാണ് നമ്മളിതിൽ ഉണ്ടായിരിക്കാം. 7.5 കിലോമീറ്റേഴ്സ് ആയിരിക്കും നമ്മളിതിൽ കവർ ചെയ്യാം. അങ്ങനെ ഒരു വിധത്തില് നമ്മൾ ഈ കേബിൾ കാറിൽ കയറി പറ്റിയിട്ടുണ്ട്. ഇത് നോക്കി അമ്മേ,
എങ്ങോട്ടേക്കാ പോണേ നോക്ക്. ഓ പൊളിട്ടാ. അങ്ങനെ കേബിൾ കാറിൽ കയറിയിട്ടുണ്ട്. ഒരു കേബിൾ കാറിൽ അവർ 8 പേരെയാണ് കേട്ടോ കയറ്റാ. അപ്പോ പിന്നിൽ കാണുന്നതാണ് നമ്മുടെ ആ മൗണ്ടെയിൻ. നമ്മൾ ഇത്രയും നേരം നടന്നു വന്ന ആ മൗണ്ടെയിൻ ട്ടാ. അടി ഒരു ജാതി കൊക്കിയാട്ടാ. നമ്മൾ ഇതുവരെ കാണാത്തതിന് വെച്ചിട്ടുള്ള കൊക്കിയാണ്. നിങ്ങൾ നോക്കിയേ. ഓ ഇത്തിരി പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കൊക്ക തന്നെയാണ്. നമ്മൾ മലമ്പുഴയിൽ പോകുന്ന പോലെയല്ല. എന്തൊരു ഹൈറ്റ് ആണിത്, ദൈവമേ. ഇതൊക്കെ നോക്കി മലൊക്കെ. ഓ ഞാനിത് ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വീഡിയോസിൽ കാണുമ്പോൾ നമുക്ക് ഇത്ര അധികം തോന്നാറുണ്ടായിരുന്നില്ല കേട്ടാ. നൈസ്. ഇവിടെ ചിലവരൊക്കെ അങ്ങോട്ട് നോക്കാതെ ഫോണില് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. എന്താ നോക്കണേ. ഓ ഒരു രക്ഷയില്ലാട്ടാ. വലിയ ആഴമൊന്നുമില്ല അല്ലേ. എന്റെ അമ്മേ ഇതാണ്. നമ്മള് സ്വിറ്റ്സർലാൻഡിൽ പോയി ഇതിനേക്കാളും താഴ്ച തോന്നുന്നില്ലേ ഇതിന് അല്ലേ? പക്ഷെ ഇത്ര താഴ്ചയുണ്ട് അവിടെ. ആ ഇത് ഭയങ്കര താഴ്ച കേട്ടോ. ഒരു ജാതി ജുറാസിക് പാർക്കിലേക്കൊക്കെ പോണ പോലെ ഉണ്ട്. പേടിച്ചു. അവിടെ ഇറങ്ങിയിട്ട് എന്താ ചെയ്യാൻ പറഞ്ഞത്? അവിടെ നിന്നാ മതി, എല്ലാവരും തിരിച്ചെത്തണം. ഒരു യമണ്ടൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. പക്ഷെ നമ്മൾ കയറി കേബിൾ കാർ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കേബിൾ കാറിലല്ല നമ്മൾ കയറിയ, 30 മിനിറ്റിൻ്റെ അല്ല കയറിയത് കേട്ടോ. പക്ഷെ എന്നാലും ഇത് അടിപൊളി. നമ്മൾ സ്വിസ്സിലൊന്ന് പോകുമ്പോൾ നമുക്ക് ഇത്ര ഒരു താഴ്ച എനിക്ക് അതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര താഴ്ച. ഒരു ജുറാസിക് പാർക്കിൽ പോകുന്ന ഒരു ഇതായിരുന്നു. ശരിക്കും നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഒരു പേടി വരും. എനിക്ക് ഹൈറ്റ് പേടിയില്ലാത്ത ആളായിട്ട് കൂടി എനിക്ക് പേടി വന്നു. പക്ഷെ അടിപൊളി. ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് കേട്ടോ. ആ ഇനി നമ്മൾ വീണ്ടും ഷട്ടിൽ ബസ് എടുത്തിട്ട് ഹോട്ടലിലേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കാം. സോ നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. കാരണം നമ്മളിന്ന് രാവിലെ ആണല്ലോ. ഡിന്നറായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഡിന്നറായിരിക്കാം. യെസ്, കാരണം നമ്മളിന്ന് സിയാനിൽ നിന്ന് ചാൻചാഞ്ചിലേക്ക് വന്നിട്ടുള്ളൂ. സോ നമുക്ക് ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. അപ്പൊ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി ഡിന്നർ ആഫ്റ്റർ ചെക്ക് ഇൻ ആയിരിക്കണം. ഓക്കെ, നമ്മളെ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുന്നതാണ് കേട്ടത്. ശരിക്കും ഇത് കാണുമ്പോൾ നമുക്കൊരു സ്വിറ്റ്സർലാൻഡിന്റെ ആ ലോട്ടർബ്രണ്ണൻ ആ ഭാഗത്തിന്റെ ഒരു വൈബ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്കത് തോന്നുന്നുണ്ട് കേട്ടോ. ഒതന്റിക് ഷിയാങ്കി ഹുസൈൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പിന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതാണ് കേട്ടോ. ചെതമ്പലടക്കം തോന്നുന്നുണ്ട്. അടിയിൽ ചൂട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിന്റെ സാധനം ഇത് പൊട്ടറ്റോ ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അടിയിൽ ഇതിൻ്റെയും ചൂടുണ്ട് കേട്ടോ. ചൈനീസ് രീതിയിലുള്ള ഫുഡ് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു മീനിനൊന്ന് നോക്കിക്കേ, എല്ലാം അതേപോലെ തന്നെയുണ്ട് കേട്ടോ. ചെതമ്പലും കണ്ണും മൂക്കും നാക്കും പല്ലും എല്ലാം അടങ്ങുന്ന ഒരു മീനായിരുന്നു നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ശരിക്കും എനിക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഉള്ളവർക്കൊന്നും വിശ്വാസമില്ല എന്നുണ്ട് കുളിക്കോ ഇല്ലയോ എന്നുള്ളത്. കണ്ട, എല്ലാ ഹോട്ടലിലും ഡോർ ചില്ലായിരിക്കും. ഇത് പിന്നെയും കുറച്ചും കൂടി ഒരു മറയുണ്ട്. അത് കാരണം കൊണ്ട് അത്ര കാണില്ല പുറത്തേക്ക്. പക്ഷെ ബാക്കി എല്ലാത്തിൻ്റെ നമുക്ക് ശരിക്കും കാണാം അതിനുള്ളിൽ ഉള്ള കാര്യങ്ങളൊക്കെ. സോ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഇവർക്ക് വിശ്വാസം ഇല്ല എന്ന് തോന്നുന്നുണ്ട്. ആൾക്കാർ കുളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണണമെന്നാണ് തോന്നണേ, അറിയില്ല. അപ്പോൾ ഇത് നമ്മുടെ ബാത്റൂമും ഇത് നമ്മുടെ വാട്ടർ ക്ലോസറ്റും ആണ്. വാഷ് ബേസിൻ പുറത്താണ്. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ് വരുന്നത്. പിന്നെ ഇത് ഒരു ഇരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇനി നമ്മൾക്കൊന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഗൈസ് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന വ്യൂ കണ്ടോ നിങ്ങൾ? അവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ നടക്കാണ്. നമുക്കിങ്ങനെ പാറക്കെട്ട് കെട്ടിയിട്ടുണ്ട് അവിടെ, കണ്ടോ? ആ പാറയും കൂടെ ഇങ്ങനെ നടന്ന് അപ്പുറത്തേക്ക് കടക്കാം. ഓ, ഇത് ഭയങ്കര രസമുള്ളൊരു സ്ഥലം കേട്ടോ. ശരിക്കും ഞങ്ങളിപ്പോൾ അറിയായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസമെങ്കിലും നമ്മളിവിടെ റിലാക്സ് ചെയ്ത് നിൽക്കാനുള്ള സമയം കണ്ടിട്ട് വേണം വരാനായിട്ട് എന്നുള്ളത്. ലുക്ക് ഗായ്സ്, എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയോ?
എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത് എത്രമാത്രം മനസ്സിലാവുന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗി എന്നുള്ളത്. ഇറ്റ്സ് അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്. ചാഞ്ചാഞ്ചിയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ശരിക്കും നാളെയാണ് നമ്മൾ ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. ലൈഫിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കണം എന്ന് പറയുന്ന കാഴ്ചകളായിരിക്കും നാളെ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.